നമസ്കാരം. സ്കൂൾ വാർഷികങ്ങളുടെയും യാത്രയയപ്പ് യോഗങ്ങളുടെയും സമയമാണല്ലോ ഇത്. പ്രിയപ്പെട്ട അധ്യാപകരുടെ യാത്രയയപ്പിന് പറയാൻ പറ്റിയ ഒരു പ്രസംഗത്തിന്റെ മാതൃകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയായി സ്കൂൾ വാർഷികങ്ങളോട് അനുബന്ധിച്ചാണല്ലോ യാത്രയയപ്പ് യോഗങ്ങൾ നടക്കാറുള്ളത്. സ്കൂൾ വാർഷികത്തിന്റെ മാത്രമായി ഒരു പ്രസംഗം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഉചിതമായ രീതിയിൽ രണ്ട് പ്രസംഗങ്ങളും കണക്ട് ചെയ്ത് പ്രസംഗം തയ്യാറാക്കുമല്ലോ. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട വിൻസെന്റ് സാറെ, മറ്റ് അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വാർഷികാഘോഷത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴും ഇത്തിരി തേങ്ങുന്ന മനസ്സുമായാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഈ വിദ്യാലയത്തിന്റെ ജീവനും ഊർജവുമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിൻസെന്റ് സാർ ഈ വിദ്യാലയത്തിൽ നിന്നും ഇന്ന് പടിയിറങ്ങുകയാണ്. ഈ വിദ്യാലയത്തിൽ 12 വർഷത്തെ ക്രിയാത്മകവും സ്നേഹനിർഭരവും ആത്മാർപ്പണവും നിറഞ്ഞ സേവനത്തിനൊടുവിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട, ഏറെ വാത്സല്യത്തോടെ നമ്മെ വഴി നടത്തിയ, സ്നേഹപൂർവം തിരുത്തിയ, നല്ലത് ചൂണ്ടിക്കാണിച്ചു തന്ന, നമ്മുടെ തെറ്റുകളിൽ അരുതെന്ന് വിലക്കിയ, നമ്മുടെ വിജയങ്ങളിൽ ചേർത്ത് പിടിച്ച, നേട്ടങ്ങളിൽ കൊള്ളാമെന്ന് പറഞ്ഞ് തോൾത്തട്ടി അഭിനന്ദിച്ച നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ വിൻസെന്റ് സാർ ഇന്ന് ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ഇത്തിരി നൊമ്പരത്തോടെ അല്ലാതെ നമുക്കിവിടെ നിൽക്കാനാവില്ല. തന്റെ ഇത്രയും വർഷത്തെ സേവനം ഒരു വലിയ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഹൃദയത്തിൽ ഇടം നേടുവാൻ അദ്ദേഹം വിനിയോഗിച്ചു എന്നത് ഏറെ സ്വാഗതാർഹമാണ്. തന്റെ മുന്നിലെത്തിയ ഓരോ വിദ്യാർത്ഥിയുടെയും ഹൃദയത്തിൽ തന്റേതായ ഒരു ഇടമുറപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ അധ്യാപകന്റെ ഏറ്റവും വലിയ നേട്ടം. അതുപോലെ ഈ വിദ്യാലയത്തിന്റെ സമ്പൂർണ്ണ വികസനത്തിന് വേണ്ടിയും തന്റെ സമയവും കഴിവുമൊക്കെ പരമാവധി ഉപയോഗിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിൻ്റെത്. ഏറെ നേരത്തെ തന്നെ ഈ വിദ്യാലയത്തിൽ എത്തുന്ന അദ്ദേഹം അവസാനത്തെ വിദ്യാർത്ഥിയും പടിയിറങ്ങി കഴിഞ്ഞിട്ടും ഈ വിദ്യാലയത്തിൽ സമയം ചെലവഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിനെ തൊട്ടറിഞ്ഞ അധ്യാപകനാണ് അദ്ദേഹം. ഓരോ വിദ്യാർത്ഥികളുടെയും സാഹചര്യങ്ങളും പ്രശ്നങ്ങളും പരിമിതികളും കഴിവുകളും ഒക്കെ അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു. ഈ വിദ്യാലയത്തിൽ മാത്രമല്ല, അതിനു പുറമെ രക്ഷിതാക്കളുടെയും ഈ സമൂഹത്തിന്റെയും ഒക്കെ മനസ്സിൽ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട്. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്നതിന് ഒരു മാതൃകയാണ് അദ്ദേഹം. ഇന്ന് അധ്യാപനം കേവലം ഒരു ധനസമ്പാദനത്തിനുള്ള മാർഗമായി കാണുന്നവർക്ക് മുൻപിൽ ആത്മാർപ്പണത്തിന്റെയും സേവനത്തിന്റെയും ഒക്കെ ദീപ്ത വ്യക്തിത്വമായി അദ്ദേഹം നമുക്ക് മുന്നിൽ വിളങ്ങി നിൽക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ ഓരോ ക്ലാസ് മുറികൾക്കും, ഓരോ വരാന്തകൾക്കും, ഓരോ ഇടനാഴികൾക്കും അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കുവാനുണ്ട്. പഠന വിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും കുട്ടികളുടെ നൈപുണികൾ വികസിപ്പിക്കാൻ ആവശ്യമായ എല്ലാ മേഖലകളെയും അദ്ദേഹത്തിന് കുട്ടികൾക്ക് മുമ്പിൽ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കാവുന്ന ഒന്നാണ്. കേവലം പാഠപുസ്തകങ്ങൾ മാത്രം പഠിപ്പിച്ച് കടന്നു പോകുന്നവർക്കിടയിൽ നാം ഹൃദയത്തിൽ ഒരു സ്ഥാനം ഈ അധ്യാപകന് നൽകിയത് കുട്ടികളുടെ നൈപുണികൾക്കനുസരിച്ച് ഓരോ വിദ്യാർത്ഥിയെയും നയിക്കാൻ അദ്ദേഹം കാണിച്ച പരിശ്രമങ്ങൾ കൊണ്ടുകൂടിയാണ്. പഠനത്തിനൊപ്പം തന്നെ കുട്ടികളുടെ സാമൂഹിക നൈതിക മൂല്യങ്ങളെ കൂടി വളർത്തിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ തന്റെ ഇത്രയും വർഷത്തെ സേവനം വലിയൊരു നിയോഗമായി കണ്ട ഒരു അധ്യാപകൻ ഇന്ന് ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ അത് ഈ വിദ്യാലയത്തിന്റെയും കുട്ടികളുടെയും മാത്രമല്ല, ഈ നാടിന്റെ തന്നെ ഒരു തേങ്ങലായി മാറുന്നു. കേവലം ഒരു തൊഴിലിനപ്പുറം സേവനമായി തന്റെ ഔദ്യോഗിക ജീവിതത്തെ കണ്ട അദ്ദേഹം തന്റെ വിഷയങ്ങളിൽ ആഴമായി അറിവ് നേടുകയും അത് തന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും അനുഭവഭേദ്യമായ ഒന്ന് തന്നെയാണ്. തന്റെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ഒരു നല്ല അധ്യാപകന് വേണ്ട
കുലീനത അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്നതും ഏറെ പ്രാധാന്യമുള്ളതാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഒരു കരുതൽ എപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. തന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പേനയും കളർ പെൻസിലും കളറുകളുമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. സങ്കടം അനുഭവിക്കുന്ന ഓരോ കുട്ടിയുടെയും പുഞ്ചിരിക്കായി അദ്ദേഹം ഈ സമ്മാനങ്ങൾ നൽകുമായിരുന്നു. അങ്ങനെ നമുക്ക് മുന്നിൽ ഒളിമങ്ങാത്ത മാതൃകയുടെയും നന്മയുടെയും പ്രതീകമായ സാറിന്ന് പടിയിറങ്ങുമ്പോൾ അത് ഈ വിദ്യാലയത്തിനും സമൂഹത്തിനും വലിയൊരു നഷ്ടം തന്നെയാണ്. തന്റെ വരുംകാല ജീവിതത്തിലും വലിയ കർമ്മങ്ങളുടെയും വലിയ സേവനങ്ങളുടെയും നന്മയുടെയും വഴിയോര കാഴ്ചകൾ തീർക്കാൻ ഉപകരിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറിന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.